ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ടേസ്റ്റി കടലക്കറിയാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 250 ഗ്രാം കടല, അതായത് 1 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 950 ml വരും. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് ഫുൾ ഫ്ലെയിമിൽ 15 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കടല വെന്ത ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ പേസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി കടായ സ്റ്റൗവിൽ വെച്ച ശേഷം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടി വന്ന ശേഷം 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. മുളക് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കളർ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത ശേഷം മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കടല വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്ലെൻഡറിൽ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് കടലക്കറി സെർവ് ചെയ്യാം. ഞാനിന്നുണ്ടാക്കിയ കടലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മേലെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.